സലാറ് പ്രശാന്തിനിയില് എന്റെ പൊന്നെ തമ്പുരാനെ എന്തുപടാണ് ചെങ്ങായി എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നണേ KGF എടുത്തിട്ട് വട്ടായി പോയ ഒരു സംവിധായകനാണ് ഈ പ്രശാന്തിനിയിൽ എന്ന് പറയുന്ന ആള്. അങ്ങനെ സലാറ് ഫസ്റ്റ് ഷോ കണ്ടു, ഇപ്പൊ വന്നിട്ടുള്ളൂ. രാവിലെ 7 മണിക്ക് പോയിട്ട് സിനിമ കണ്ടു, ഉറക്കൊക്കെ കളഞ്ഞ് രാവിലെ 6 മണിക്കാണ് തിയേറ്ററിൽ എത്തി. ഒരു ചായ കുടിച്ചിട്ടാണ് സിനിമ ഉണ്ട്. ഈ സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയില്ല, ഓൻ പറയും. അയാൾക്ക് എന്തോ ഒരു മെന്റൽ എന്തോ സംഭവം ഉണ്ട് അയാൾക്ക് ഈ കോറി പണ്ട് വല്ല മറ്റേ ഈ കോറി മൈനിങ് ഏരിയ ഒക്കെ നടത്തിയിട്ടല്ല ഭ്രാന്ത് പിടിച്ച ആളാ തോന്നുന്നു. അതേപോലെ അയാളൊരു 3 വീക്ക്നെസ് പറഞ്ഞു കേട്ടോ. മനസ്സിലായി ഏതൊക്കെ വീക്ക്നെസ്? 1 കുട്ടികള്, 2 ഒരു അമ്മ, 3 കോറി. ഇത് 3ഉം വെച്ചിട്ട് KGF-ന്റെ 7 അകലത്തേക്ക് പടം വന്നിട്ടില്ല. ഒരു KGF എടുത്ത ആളാണ് ഈ ഒരു പ്രശാന്തിനിയില് ഈ ഒരു സലാറ് പോലത്തെ ഒരു സിനിമ എടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് തോന്നില്ല. വളരെ ബോറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമാക്സ് ഒത്തിരി നന്നായിരുന്നു, അത് മാത്രമാണ് എനിക്കൊരു നന്നായി എന്ന് തോന്നിയത്. ബാക്കി ക്ലൈമാക്സ് നന്നായി, പൃഥ്വിരാജിന്റെ അഭിനയം കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. കാരണം പൃഥ്വിരാജിന് വലിയ മാസ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല, പക്ഷെ ഉള്ളത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രഭാസിനെ കൊണ്ട് ഇത് പറ്റില്ല കേട്ടോ. പ്രഭാസ് ഈ KGF കണ്ടിട്ട് നമുക്ക് ആ ഒരു യാഷിന്റെ ഒരു ഇമ്പാക്ട് ഈ ഒരു പ്രഭാസിന്റെ 7 അകലത്തേക്ക് വന്നിട്ടില്ല അവരൊന്നും. അത് KGF കാണുമ്പോൾ നമുക്ക് ഓരോ സീനും തരിച്ച സീനുകളായിരുന്നു. അത് 1 ആണെങ്കിലും ശരി, 2 ആണെങ്കിലും ശരി. പക്ഷെ ഈ ഒരു സിനിമ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി പുറത്തു പോകാന്നുള്ള ലെവലാണ്. തുടക്കത്തിലൊരു 10 മിനിറ്റ് തന്നെ ഭയങ്കര ലാഗായിട്ട് നമുക്ക് ആ പടത്തിന്റെ ഒരു നെഗറ്റീവ് ഫീൽ അപ്പൊ തന്നെ ഫസ്റ്റ് തന്നെ കിട്ടും ഒരു 10 മിനിറ്റില്. അല്ല, വേറൊരു കാര്യം ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കേട്ടറിഞ്ഞപ്പോ ശരിയാണെന്ന് അറിയില്ല. ഈ ഒരു സിനിമ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ KGF നമ്മുടെ KGF മറക്കുന്നല്ല പറഞ്ഞത്, എല്ലാം മറക്കും. അങ്ങനത്തെ അവസ്ഥയിൽ പോയി. അയ്യോ, ഭയങ്കര മോശമായി. സിനിമ എടുത്ത് വളരെ മോശമാണ് കേട്ടോ. കാരണം ചാഗ്രയാണോ അതുപോലെ തന്നെ കുറച്ച് 1-2 എത്ര ഫൈറ്റ്, 3 ഫൈറ്റിനടുത്തുണ്ട്. ഇടയ്ക്ക് തലക്കേറ്റ് ചെറിയ ചെറിയ രീതിക്ക് അതെന്താ സാധനം ഇടക്കിടക്ക് വരുന്നുണ്ട്. മെയിനായിട്ട് അമ്മയും മകനും തമ്മിലുള്ള KGF-ന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു തീം, ആ ഒരു തീം തന്നെയാണ്. അതാണ് തീം. പക്ഷെ ഉദ്ദേശിച്ച പോലെ ഒരിക്കലും വന്നിട്ടില്ല പടം. കാരണം KGF എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റം. ഈ പടം തമ്മിൽ ഡിഫറൻറ്റ് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടോ പടത്തില്. പിന്നെ ഈ 1-ാം ഭാഗത്ത് നമ്മള് വിചാരിച്ചത് പൃഥ്വിരാജ് വില്ലനാണെന്ന്. പക്ഷെ പൃഥ്വിരാജ് വില്ലൻ എന്നല്ല, ഈ ട്രെയിലറിൽ കണ്ട അതേപോലെ തന്നെ 2 ഉറ്റ സുഹൃത്തുക്കളുടെ കഥയാണ് സിനിമ പറയുന്നത്. പക്ഷെ അത് സെക്കൻഡ് പാർട്ടിലേക്ക് എടുത്ത് വെക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നിയില്ല. സെക്കൻഡ് പാർട്ട് ഒരു എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ സംഭവം ഈ ഒരു സിനിമ വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലേക്ക് 2-ാം ഭാഗം വരില്ല എന്നൊക്കെ അറിയാം. എന്തായാലും ചില ബിൽഡപ്പ് സീൻ കണ്ട നമുക്ക് തന്നെ നടക്കണ ഭാഗം പൊന്നോ. ഈ ഒരു സിനിമ ചില സീനുകളിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ പേടിക്കുക, ഭയങ്കരമായിട്ട് ഷോക്കാവും. എന്ത് കാര്യത്തിനാണ് ഒരു പിടുത്തമില്ല. ഫസ്റ്റ് ഇൻട്രോ മുതൽ തന്നെ ഭയങ്കര ബിൽഡപ്പ് സിനിമ. ബിൽഡപ്പിന്റെ അങ്ങേത്തല്ല, ഇങ്ങനെയൊന്നും ബിൽഡപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. KGF-ലൊന്നും ഇതുപോലെ യാതൊരു ബിൽഡപ്പ് നായകനെ കൊടുത്തിട്ടില്ല. പക്ഷെ അതേ നായകനെ കാണുമ്പോൾ ഓൾറെഡി പ്രേക്ഷകന് ഒരു ബിൽഡപ്പ് വരികയാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ നായകൻ ഗംഭീര ബിൽഡപ്പ്. നമുക്ക് ശരിക്കും പറയണമെങ്കിൽ നമ്മൾ പറയില്ലേ, ഈ കത്തിപ്പടം ആ ഒരു ലെവലിലേക്കാണ് ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും സിനിമ പൊതുവെ ഇപ്പൊ ഫാൻസിന്റെ എന്താണെന്ന് അറിയില്ല, സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഇഷ്ടപ്പെടില്ല. പിന്നെ നല്ലതെന്ന് പറയുന്നത് ഛായാഗ്രഹണം കുഴപ്പമില്ല, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുഴപ്പമില്ല, ഫൈറ്റും കുഴപ്പമില്ല. പൃഥ്വിരാജും പ്രഭാസും ഒന്നിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഗംഭീര ഫൈറ്റ്, ആ ക്ലൈമാക്സിലാണ് ആ ഫൈറ്റ് വരുന്നത്. അത് നന്നായിട്ടുണ്ട്. ഷാന്തിനിയുടെ KGF 1 ആണെങ്കിലും 2 ആണെങ്കിലും ഇപ്പൊ ഈ സലാർ ആണെങ്കിലും ഒക്കെ ഒരേ തീം പടമാണ്. കാരണം ഏകദേശം ഒരു ഡാർക്ക് ഫീൽ ഉള്ള ഒരു പടങ്ങളാണ്. അതെ, നമ്മള് KGF കണ്ടപ്പോൾ ഒരു വ്യത്യസ്ത ഷെയ്ഡിലാണ് ആ സിനിമ നമ്മൾ കണ്ടത്. അതേ ഷെയ്ഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു എന്താ പറയാ, കളർഫുൾ അല്ല സിനിമ. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒട്ടുമിക്ക സന്ദർഭങ്ങളും KGF-നോട് സാമ്യം തോന്നുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ അമ്മയും മകനും തമ്മിലുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഒരു കുട്ടികളെ ആ ഒരു സിനിമയിൽ ഒരു വയസ്സായ ഒരാളെ കൊണ്ടുപോകുമ്പോൾ അറിയാതെ ഒരു നായകൻ പുറത്ത് വരുന്നത്, അതുപോലെ തന്നെ ഈ സിനിമയിൽ അതുപോലത്തെ കുറച്ച് സാമ്യം തോന്നുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ KGF കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് ബോറടിക്കും, നമുക്ക് ഇഷ്ടപ്പെടില്ല. ഈ ഒരു പടം KGF-ന്റെ ഒരു കണക്കൂട്ടൽ ഈ പടം കാണാൻ പറ്റിയ ഒരു കാര്യമില്ല. പിന്നെ പൈസ ഉണ്ട്, വയലൻസ് ഇഷ്ടപ്പെടുകയാണ്, ഫൈറ്റ് ഇഷ്ടപ്പെടുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാണാം.